അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ് ആറ്റുകാലിലും മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിലെമ്പാടും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അനുഭവവേദ്യമാവുന്നു, കാഴ്ചവേദ്യമാവുന്നു. അപ്രകാരം തന്നെയാണ്. നമുക്ക് ശ്രീ പത്മനാഭന്റെ തിരുനടയിൽ നിന്ന് ഒരിക്കൽ കൂടി ടിൻറ്റു ചേരുന്നുണ്ട്. അവിടേക്ക് കൂടി പോകാം. അവിടുത്തെ കാഴ്ചകൾ എപ്രകാരമെന്ന് നോക്കാം. അവിടെയും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വെളുപ്പിന് മുതലേ ഇന്ന് തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. കിഴക്കേക്കോട്ട പരിസര പ്രദേശങ്ങളിലെമ്പാടും ഇന്നലെ മുതലേ അടുപ്പുകൾ കൂട്ടി സ്ഥാനം പിടിച്ച് ഉറപ്പിച്ചവർ നിരവധിയായിരുന്നു. അവിടെയും ടിൻറ്റു കേൾക്കാമെങ്കിൽ അവിടെ ഇപ്പോൾ നൽകാൻ കഴിയുന്ന കാഴ്ചകൾ. അനു, പുലർച്ചെ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ക്ഷേത്ര പരിസരത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അനു നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ചെറിയ മഴ ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഈ മഴയൊന്നും ആരെയും അല്ലെങ്കിൽ ഭക്തജനങ്ങളെ അലോസരപ്പെടുത്തില്ല. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുന്നോടിയായി അല്ലെങ്കിൽ ആറ്റുകാൽ ദേവിയുടെ പൊങ്കാലയ്ക്ക് മുന്നോടിയായി ഇത്തരത്തിലൊരു മഴ പതിവാണ്. അത് അനന്തപുരി അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാരുടെ വിശ്വാസം എന്ന് പറയുന്നത് ദേവി എല്ലാ അശുദ്ധിയും, അതായത് പൊങ്കാലയ്ക്ക് മുന്നോടിയായി എല്ലാ അശുദ്ധിയും ഒന്ന് ശുദ്ധമാക്കാനായിട്ടാണ് ഈ മഴ പെയ്യുന്നതെന്നൊക്കെയാണ് തിരുവനന്തപുരത്തുകാരുടെ വിശ്വാസം. അപ്പോൾ ഇന്നലെയൊക്കെ ആ മഴ പ്രതീക്ഷിച്ചിരുന്നിരുന്നു, പക്ഷേ അതൊന്ന് വൈകി. അന്തരീക്ഷത്തിൽ ഇപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ കിട്ടുന്നുണ്ട് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രനടയിൽ വലിയ ഒരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തിയ ആളുകൾ ഇവിടെ എത്തി പത്മനാഭസ്വാമിയെ കാണാൻ പറ്റുന്നവർ, അതായത് ക്ഷേത്രത്തിൽ കയറി തൊഴാൻ പറ്റുന്നവർ ക്ഷേത്രത്തിൽ കയറി തൊഴുതിന് ശേഷം പൊങ്കാലയ്ക്കുള്ള വട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരുക്കങ്ങളിലേക്ക് പോവുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ പൊങ്കാല അതുപോലെ തന്നെ ഈ മണ്ടപ്പുറ്റ്, തിരളി തുടങ്ങിയവയൊക്കെ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലേക്ക് ഒരുങ്ങിക്കഴിഞ്ഞോ. ഇവിടെ അരിയും അല്ലെങ്കിൽ മാവും പഴവും അതുപോലെ ശർക്കരയൊക്കെ കുഴയ്ക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വളരെ സന്തോഷത്തോടെ വളരെ ഭക്തിയോടു കൂടി അത്തരത്തിൽ ഈ നൈവേദ്യം ഒരുക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ കിഴക്കേക്കോട്ടയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പടിഞ്ഞാറൻ നടയിലും അതോടൊപ്പം തന്നെ കിഴക്കേ നടയിലും ഒക്കെ നല്ല രീതിയിലുള്ള ആ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇനി 8 മണിക്ക് ശേഷം ഈ ഭാഗങ്ങളിലേക്ക് വാഹനങ്ങളൊന്നും കടത്തിവിടില്ല. കാരണം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ അല്ലെങ്കിൽ അഭൂതമായൊരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ 8 മണിക്ക് ശേഷം ഈ മേഖലയിലേക്കൊന്നും ഈ മേഖലകളിലേക്കൊന്നും വാഹനങ്ങൾ കടത്തിവിടില്ല എന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ 10:30 മണിയോടുകൂടി ഈ പൊങ്കാല നൈവേദ്യ ചടങ്ങ് ആരംഭിക്കും. അതിന് മുന്നോടിയായിട്ടുള്ള വട്ടവട്ടങ്ങളിലൊക്കെയാണ് ഇവിടെ നിന്ന് ദൂര സ്ഥലങ്ങളിൽ നിന്ന് എത്തിയവരൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഈ പത്മനാഭസ്വാമി ക്ഷേത്ര നടയെ സംബന്ധിച്ചിടത്തോളം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എക്കാലവും വിദേശികൾ കൂടുതലെത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അത്തരത്തിൽ വിദേശത്തു നിന്നുള്ളവരൊക്കെ പൊങ്കാല ഇടാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്കൊക്കെ ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പുരോഗമനമെന്ന് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും പുരോഗമനമെന്ന് ബാധിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ഇത്രയും വലിയൊരു സ്ത്രീ കൂട്ടായ്മയെ നമുക്ക് കാണാൻ സാധിക്കില്ല. അത് അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഗിന്നസ് ബുക്ക് റെക്കോർഡിൽ വരെ ഇടം പിടിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു സ്ത്രീജന കൂട്ടായ്മയും കൂടിയാണ് അനന്തപുരിയിൽ ഇന്ന് കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ തകൃതിയായി നടക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസത്തെ വട്ടക്കൂട്ടങ്ങളും ഒരുക്കങ്ങളുമാണ് ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചടങ്ങിലേക്ക് കടക്കാൻ ഇനി നിമിഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്കറിയാം അന്തരീക്ഷത്തിൽ സംസ്ഥാനത്ത് അതീവ ചൂടാണ്. ഈ ചൂട് കടുത്ത വേനലിനെയൊക്കെ വകവെച്ചുകൊണ്ട് അല്ലെങ്കിൽ കടുത്ത വേനലിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പൊങ്കാല ഇടാനായിട്ട് ലക്ഷക്കണക്കിന് ഭക്തർ അനന്തപുരിയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വേദനകളും എല്ലാ തരത്തിലുള്ള അല്ലെങ്കിൽ പോരായ്മകളും ഒക്കെ അമ്മയ്ക്ക് വേണ്ടി മറക്കാൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി മറന്നുകൊണ്ടാണ് ഇവിടെ ഈ ഭക്തജനങ്ങൾ അല്ലെങ്കിൽ സ്ത്രീജനങ്ങൾ എത്തിയിട്ടുള്ളത്. ഈ KSRTCയുടെ സൗകര്യങ്ങൾ രാവിലത്തോടു കൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 8 മണിയോടുകൂടി KSRTCയുടെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണമായും ഈ മേഖലകളിൽ നിന്നൊക്കെ ഒഴിവാക്കും. കാരണം 8 മണിക്ക് ശേഷം ഈ കാണുന്നതിൽ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഇത്തരത്തിൽ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 8 മണിക്ക് ശേഷം ഈ മേഖലയിലേക്ക് KSRTC ബസ്സുകളെയും കടത്തിവിടില്ല. 2:30 മണിക്ക് ശേഷമാണ് ഇനി KSRTC ബസ്സുകൾക്ക് ഇങ്ങോട്ടേക്കുള്ള
അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് അനുവാദം നൽകിയിട്ടുള്ളത്. പിന്നെ ആംബുലൻസ് സൗകര്യമാണ്. ഏത് അത്യാഹിത ഘട്ടങ്ങളിലും ആംബുലൻസിന് വളരെ സുഗമമായിട്ട് വരാനുള്ള രീതിയിൽ വഴികൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളിൽ നിന്നും, ആരോഗ്യ വിഭാഗത്തിൽ നിന്നും, അതുപോലെ പോലീസിന്റെ ഭാഗത്തു നിന്നും, ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും, നഗരസഭയുടെ ഭാഗത്തു നിന്നും വളരെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ നടന്നിട്ടുണ്ട്. അതിൽ നിന്നും എടുത്തു പറയേണ്ടിയുള്ളത് സന്നദ്ധ സംഘടനകളുടെ കാര്യം തന്നെയാണ്. എന്താവശ്യം വന്നാലും ഒരു വിളിപ്പാടകലെ ഒരു സന്നദ്ധ സംഘടന, സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ ഉണ്ടാകുമെന്നത് ഉറപ്പ് തന്നെയാണ്. ആ സന്നദ്ധ സംഘടനകളുടെയും, അതായത് ഇവിടെ എത്തുന്ന അമ്മമാർക്ക്, സ്ത്രീജനങ്ങൾക്ക്, ഭക്തജനങ്ങൾക്ക് ഏതാവശ്യത്തിനും മുന്നിട്ട് നിൽക്കാനായിട്ട് എല്ലാ ഇടങ്ങളിലും, എല്ലാ മേഖലകളിലും സന്നദ്ധ സംഘടനകൾ സജ്ജമാണ്. അത് എന്താവശ്യത്തിനാണെങ്കിലും അവർ സജ്ജമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇനി വേണ്ട എന്ന് നമുക്ക്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിഷമവും വേണ്ട. 10:30 മണിയോടുകൂടി അനന്തപുരിയെ യാഗശാലയാകാൻ അനന്തപുരിയിലെ അമ്മമാർ അല്ലെങ്കിൽ ഭക്തജനങ്ങൾ ഇവിടെ ഒരുങ്ങുകയാണ്. 10:30 മണിയോടുകൂടി ഈ പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇഷ്ടവരദായിനി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള സുദിനം എത്തിയിരിക്കുന്നത്. അതിനായുള്ള അവസാനപ്പെട്ട ഒരുക്കങ്ങൾ കൂടി പൂർത്തിയാക്കി. ഇപ്പോൾ ദേവിയെ പൊങ്കാലയ്ക്ക് തൊട്ട് മുൻപ് ഒരു നോക്ക് കാണാനുള്ള ഭക്തജനത്തിരക്ക് കൂടി നമ്മളിപ്പോൾ കാണുന്ന സ്ക്രീനിൽ ഒരു വശത്ത് കാണുന്നുണ്ട്. എന്തായാലും വിശ്വാസികളുടെ അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ് അനന്തപുരി ഇത്തവണ സാക്ഷ്യം വഹിക്കുന്നത്. ആറ്റുകാലും പരിസരത്തും നഗര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ അപ്രകാരമാണ്. നഗരത്തിന് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിന് 15-20 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത്തവണ പൊങ്കാല അടുപ്പുകൾ നിറഞ്ഞിട്ടുള്ളത്. വലിയ ജനത്തിരക്ക് ഇത്തവണ അനുഭവപ്പെടുന്നുമുണ്ട്. എന്തായാലും തലസ്ഥാന നഗരി പൂർണ്ണമായും മുഴുവനായും പൊങ്കാല അടുപ്പുകളാൽ നിറഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെ നിസ്സംശയം പറയാം. അതിരാവിലെ മുതൽ തന്നെ വിശ്വാസികൾ ക്ഷേത്രത്തിലേക്ക് എത്തി കഴിഞ്ഞിരുന്നു. ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ ആവർത്തിച്ച് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൊങ്കാലയ്ക്ക് മുമ്പ് ദേവിയുടെ സമ്മതം കൂടി തേടേണ്ടതുണ്ട്, അനുഗ്രഹം തേടേണ്ടതുണ്ട്. അതിനായി ഒരു നോക്ക് കാണാൻ, ദേവിയെ ഒരു നോക്ക് കാണാനുള്ള ഭക്തരാണ് അവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും തിരക്ക് നിയന്ത്രിക്കാൻ ആറ്റുകാലിലും നഗരങ്ങളിലെ മറ്റിടങ്ങളിലുമായി വൻ പോലീസ് സന്നാഹമുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ പോലീസ് സേനയെ കൊണ്ട് നിറഞ്ഞിരുന്നു. 3000 അധിക പോലീസ് വിന്യാസം കൂടി കഴിഞ്ഞ ദിവസം ആറ്റുകാലിലേക്ക് നടത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രിക്കാൻ യാതൊരു വിധ ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടാണെങ്കിൽ പോലും ആ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് സർക്കാർ സംവിധാനമുള്ളത്. നമുക്ക് ആറ്റുകാലിലും അതോടൊപ്പം പരിസര പ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും എമ്പാടുമുള്ള ദൃശ്യങ്ങളിലേക്കും തത്സമയ വിവരങ്ങളിലേക്കും മടങ്ങിയെത്താം.